അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നവരയില, തുളസിയില, കറുവാപ്പട്ട, ഗ്രാമ്പ്, പരലുപ്പ്. അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് പരലുപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പരലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് ഗ്രാമ്പു, പട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ്. അതേപോലെ തുളസി അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നവരയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 നവരയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിളച്ചതിൻ്റെ എസൻസൊക്കെ അതിനകത്ത് ഇറങ്ങി വരണം കേട്ടോ. അതിന് ശേഷം നമുക്ക് വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അടിപൊളി ഒരു സൊല്യൂഷനാണ്. ഈ ഒരു സ്മെല്ല് അടിച്ചിട്ട് നമ്മുടെ പരിസരത്ത് കൊതുകോ പല്ലി, പാറ്റ ഒന്നും തന്നെ നമ്മുടെ പരിസരത്ത് വരില്ല. മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇഴജന്തുക്കളൊന്നും വരില്ല. അപ്പോൾ അതാണ്ട് അതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങി നല്ല രീതിയിൽ കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അരിച്ച് നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് എവിടെ വേണേലും നമുക്കിത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അരിച്ച അതിൻ്റെ ആ ഒരു വേസ്റ്റ് കണ്ടോ നല്ല രീതിയിൽ അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഇനിയിപ്പോൾ ഒട്ടും തന്നെ അതിനകത്ത് ഉണ്ടോ അതിൻ്റെ ആ ഒരു അംശം പോലും ഇല്ല. നമുക്ക് നല്ല രീതിയിൽ തിളച്ച് നല്ല അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതുകൊണ്ടായി ഇവിടെ മുറ്റത്തൊക്കെ സ്പ്രേ ചെയ്യാം. എഴുജന്തുക്കൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് വരത്തില്ല. ആ ഒരു സ്മെല്ല് ഇതിനൊന്നും ഇഷ്ടപ്പെടില്ല. പല്ലി, പാറ്റയ്ക്ക് മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തുടക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ ഒന്നും തന്നെ നക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പ്രാണികളൊക്കെ ചത്തുപോവും.